ഹലോ, ഞാൻ റിജി ജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സീസ് ദി മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പം ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പം ഇപ്പം നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് CSAT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ജനറൽ സയൻസിൽ ബയോളജി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സം ബ്ലഡ് ഡിസീസസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ തുടങ്ങുന്നത്. കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു നോക്കുക. ദയവായിട്ട് നമുക്ക് പറയാൻ സമയമില്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പം അതുകൊണ്ട് ദയവായിട്ട് കണ്ടു നോക്കുക കഴിഞ്ഞ വീഡിയോസ് മാത്രമല്ല കേട്ടോ, നമ്മൾ വേറെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാ വീഡിയോസും തുടർച്ചയാണ്. അപ്പം എല്ലാം നിങ്ങൾ കണ്ടു നോക്കണം, എന്നാലേ നമുക്ക് ഇനി പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് പറയാം സം ബ്ലഡ് ഡിസീസസ്. 1. Anemia. A condition where the RBC are seriously reduced in number or else are deficient in hemoglobin. This results in reduced supply of oxygen to tissues, which regards the normal functioning of the body systems. Anemia, a condition where the RBCs are seriously reduced in number or else are deficient in hemoglobin. This results in reduced supply of oxygen to tissues, which regards the normal functioning of the body systems. 2. Leukemia, also called blood cancer. It is caused by overproduction of WBCs. The WBCs overrun the bone marrow and crowd out the RBCs, causing anemia. The disease is caused due to malfunctioning of bone marrow and is normally incurable. However, bone marrow transfusion is believed to have given some good results. Agranulocytosis. 3. Agranulocytosis, a condition where there are too few WBCs. This lowers body resistance to diseases and causes secondary infections, whereby the patient may die from infections he cannot resist. 4. Thrombocytopenia, a condition where there are too few platelets in the blood. As a result, blood seeps out of the circulatory system, making black and bluish spots. If not properly treated, it may result in fatal bleeding. 5. Hemophilia, a hereditary bleeding tendency due to inadequate clotting of blood. It is a rare disease, almost always seen only in males. 6. Hemorrhage, loss of blood from the blood vessels, which may be from external wounds or occur in the tissues or escape into the body cavity. Hemorrhage, loss of blood from the blood vessels, which may be from external wounds or occur in the tissues or escape into the body cavity. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞതിൽ ഒരുപക്ഷെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിക്കാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കാം. അത് അത്യാവശ്യം നല്ല വേർഡ്സ് ഒക്കെയാണ്.
വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സ് ഒക്കെയാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം അത്ര ടഫ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. യൂട്യൂബ് ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞു പോകണമെന്നുള്ളൂ. അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത്, നമ്മുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പ്രത്യേകം പറഞ്ഞു പോണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയും പ്രാധാന്യം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇതൊന്നും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയാ, അത്യാവശ്യം വായിക്കാൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ തോന്നുന്ന വേർഡ്സും ഉണ്ട്, അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സും തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ പറയണമെന്നുള്ളൂ. അപ്പൊ 3 ഫസ്റ്റ് അത്ര കുഴപ്പമില്ല, സെക്കൻഡ് വലിയ ബുദ്ധിമുട്ടില്ല, തേർഡ് അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സ് ആണ്. അഗ്രാനുലോസിറ്റോസിസ്. അതുപോലെ തന്നെ 4 ത്രോംബോസൈറ്റോപീനിയ. അപ്പൊ അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സ് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോവുക, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ ലാസ്റ്റ് 6 ഹെയ്മോർഹേജ്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കുക. തെറ്റ് പറ്റിയാലും ഇല്ലെങ്കിലും നമ്മൾ എടുത്തു പറഞ്ഞു പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പരമാവധി നമ്മൾ തെറ്റില്ലാതൊരു വീഡിയോ ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. കാരണം ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ നല്ലപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ സ്പോട്ടിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കുറെ കൂടി. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് അത്യാവശ്യം എനിക്ക് തോന്നുന്നത് നല്ലൊരു ടോപ്പിക് തന്നെയാണ്. അത്യാവശ്യം എളുപ്പവുമാണ്, അത്യാവശ്യം നല്ല വേർഡ്സും വരുന്നുണ്ട്. അത്രേ ഉള്ളൂ നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് എല്ലാം വിശദീകരിക്കാൻ പറ്റില്ല, എന്നാലും ചിലതൊക്കെ പറഞ്ഞു പോവാന്ന് വിചാരിച്ചു, ടൈം ഇല്ലെങ്കിൽ പോലും. അപ്പൊ ഇനി നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഫിഗർ ആണ്. ഫിഗർ 1.24, ഡിസീസ് ഓഫ് ദ ഐ. ഇതിപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഈ ഫിഗർ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇതൊന്നും ഓർത്ത് വയ്ക്കുക, അത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ ഫിഗർ 1.24, ഡിസീസ് ഓഫ് ദ ഐ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതും അത് തന്നെയാണ്, ഐ ഡിസീസസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഇതും എടുത്തു പറയേണ്ടതായിട്ട് വരും. അത്യാവശ്യം ചില വേർഡ്സുകളൊക്കെ വരുന്നുണ്ട്, നമ്മൾ വായിച്ചതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഫിഗർ 1.24, ഡിസീസസ് ഓഫ് ദ ഐ. ABC. ഇതൊക്കെ ഒന്ന് ഈ ഫിഗർ ഒന്ന് ഓർത്ത് വയ്ക്കുക, അത്ര നമുക്കിത് പറയാനുള്ളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് വീഡിയോയിലൊന്ന് കാണിക്കാണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. ഐ ഡിസീസസ്. ഹൈപ്പർ മെട്രോപ്പിയ. ഫാർ സൈറ്റിഡിനസസ്. ഹൈപ്പർ മെട്രോപ്പിയ, far sightedness. A vision defect when a person cannot see objects near at hand because the light focuses behind the retina. This can be corrected with convex lenses. See figure. Figure 1.24, disease of the eye. Hypermetropia, far sightedness. A vision defect when a person cannot see objects near at hand because the light focuses behind the retina. This can be corrected with the convex lenses. See figure. Myopia. Nearsightedness. A vision defect when a person cannot see distant objects
because the light entering the eye is focused in front of the retina. The lens refracts the parallel rays entering the eye. This can be corrected by using concave lenses. See figure 1.28. Astigmatism, distorted vision. Astigmatism, distorted vision. A condition in which light focuses on a line instead of at a point. When cornea is not spherical, the disorder is called hyperopia. Astigmatism, when the line focuses behind the retina, and myopic astigmatism, when it is in front. This defect can be corrected by using cylindrical lenses. Presbyopia, lack of normal focusing power of the eye on objects near at hand, develops in most persons after 40-42 years of age. Presbyopia causes difficulty in reading and working with objects close at hand. This defect can be corrected by the use of convex lenses. Conjunctivitis. Inflammation of the eyes resulting in itching and reddening of the eyes, making them sensitive to light. For cure, the affected eyes daubed with a simple solution of weak salt water or boric acid and use of antibiotic eye drops. Trachoma, caused by a germ, Chlamydium, spreads by direct contact. It always affects both the eyes and causes mild itching and irritation. For cure, the tetracycline group is administered orally. Cataract, a condition of opacity of lens occurring with aging, causes progressive blurring of vision. Distant view is mostly affected, whereas near vision is often improved in the early stages. Cataract can be cured by an operation called lens extraction. Cataract, a condition of opacity of lens occurring with aging, causes progressive blurring of vision. Distant view is mostly affected, whereas near vision is often improved in the early stages. Cataract can be cured by an operation called lens extraction. അപ്പോൾ ഐ ഡിസീസസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്ക് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞ ഐ ഡിസീസസിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ നമ്മൾ പറയാൻ പോകുന്നതിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട് കോമൺ ബോഡി ഡിസോർഡേഴ്സിൽ. അപ്പോൾ അഡ്വാൻസിനായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം നല്ല വെറൈറ്റി വേർഡ്സൊക്കെയാണ് വരുന്നത് ഈ സെക്ഷനിലെല്ലാം. നമ്മൾ എന്താ പറയുക, ഇനി ക്ലാസ് എടുക്കാൻ പോകുന്നതെല്ലാം ചേർത്തും വരുന്ന വേർഡ്സൊക്കെ. ഈ വേർഡ്സുകളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ പരമാവധി സ്പോട്ടിൽ തന്നെ പറഞ്ഞു പോവും. അതായിരിക്കും എല്ലാം കൊണ്ട് അഭികാമ്യം. അല്ലെ പിന്നെ കമൻസ് കാര്യങ്ങളൊക്കെ വരും. അപ്പം നമുക്ക് നോക്കാം.
പരമാവധി നമ്മൾ എന്താ പറയാ, ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, തെറ്റായ കമൻസ് ഒഴിവാക്കുക എന്നുള്ളൊരു ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുണ്ട്. അത് നമ്മൾ ആഗ്രഹിച്ചാലും കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. എന്നാലും തെറ്റായ കമൻസുകൾ എന്തായാലും നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് തന്നെ വരും. അത് യൂട്യൂബിൻ്റെ ഭാഗമാണ്. നല്ല കമൻസും വരും, അതും യൂട്യൂബിൻ്റെ തന്നെ ഭാഗം തന്നെ നമുക്ക് പറയാം. പക്ഷെ തെറ്റായ കമൻസിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു അളവ് കുറയ്ക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രീതിക്ക് അങ്ങ് നമ്മൾ ക്ലാസ് എടുത്ത് പോകുന്നത്. അപ്പം അതൊക്കെ ഒന്ന് ദയവായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്, ഒരു ക്ഷമ ചോദിക്കൽ തന്നെ നടത്തുന്നത്. ഒറ്റ വാക്കുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ പോരാ. കാരണം CSET എക്സാം ഒക്കെ ഇരിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ, ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ തന്നെ വീഡിയോ എടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരി. നമുക്ക് അത്രയ്ക്കൊന്നും എത്തിക്കാൻ സാധിക്കില്ല, എന്നാലും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാൻ പരിശ്രമിക്കും. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഞാൻ കുറയ്ക്കാൻ പരമാവധി ആഗ്രഹിക്കുന്നു, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. കോമൺ ബോഡി ഡിസോർഡേഴ്സ്. Allergy. A special reaction to certain substances such as pollen causing sneezing or certain foods causes skin rash. Allergy can be caused by any material, even by the color of clothes and furnishing, etc. Allergy, a special reaction to certain substances such as pollen causes sneezing or certain foods causes skin rash. Allergy can be caused by any material, even by the color of clothes and furnishings, etc. Arthritis, inflammation of joints. Asthma. A respiratory disorder caused by narrowing of bronchial tubes. It is caused both by infection and due to allergy to dust-ridden atmosphere. Bronchitis, inflammation of bronchial tubes caused by bacteria or a virus, a fatal disease among infants and secondary infection among adults. Cancer, an abnormal growth of body cells, often resulting in a malignant tumor. There are several causes for this disease, and certain cancers are yet incurable. Diabetes, excess sugar in the body. When the body is not able to control the level of blood sugar due to malfunctioning of the pancreas, digestive gland, that is when it produces inadequate insulin. A controlled diet, less carbohydrates, and intake of insulin comprise the treatment for diabetes. Epilepsy, unwanted and periodic loss of consciousness along with convulsions due to nervous disorders. Epilepsy, unwanted and periodic loss of consciousness along with convulsions due to nervous disorders. Glandular fever, mumps, an acute infection probably caused by a virus, occurring particularly in children and young adults following swelling of the neck glands resulting in high fever. Glandular fever, mumps, an acute infection probably caused by a virus, occurring particularly in children and young adults following swelling of the neck glands resulting in high fever. Hepatitis, any infectious or inflammatory disease of the liver, commonly identified by its primary
Symptoms of jaundice. Hernia, a weakness of the muscle surrounding an organ, allowing it to bulge through, often found in the groin. It is cured by surgery. Jaundice, excessive bilirubin present in bile juice secreted by liver in the blood causes yellowing of the skin, eyes and yellowish urine. Leukemia, also called blood cancer. See some blood diseases. Measles, a contagious caused by virus. A red rash appears on the body along with fever, disappears gradually after about 10 days. Migraine, a type of headache followed by disturbed vision and speech and accompanied by nausea. Pellagra, a disease caused by the deficiency of nicotinic acid, vitamin B complex. The symptoms are diarrhea, mental laziness, and symmetrical dermatitis. Skin becomes red and itchy. Osteomalacia, a disease caused by the shortage of vitamin D, which results in the softening of bones, pain causing frequent fractures, and bending of the backbone. Pleurisy, inflammation of the membrane that covers the lungs and lines the chest cavity. Rabies, a virus disease transmitted by the salvia of infected animals. Symptoms include convulsions and revulsion to water. Hydrophobia. Ringworm, a skin disease causing circular swelling on the skin, transmitted through airborne spores and contact with infected patient. Scarlet fever, caused by hemolytic streptococcal infection. Hemolytic streptococcal infection. Symptoms are fever, sore throat, and red rash. Slippery disc, a painful condition in which a cartilage disc in the spine is displaced, putting pressure on the nearest nerve. Smallpox, a contagious viral disease common among children, characterized by a rash of pustules that leave permanent scars on skin. Smallpox, a contagious viral disease common among children, characterized by a rash of pustules that leave permanent scars on skin. The World Health Organization (WHO) started a sustained campaign in the 1960s and 1970s to eradicate smallpox by mass vaccination. In 1980, the WHO declared that smallpox had been eradicated, the first disease to be swept off from the face of the earth. Thrombosis, formation of blood clot in a blood vessel or in the heart, resulting in the death of a patient. Thrombosis, formation of a blood clot in a blood vessel or in the heart, resulting in the death of a patient. കോമൺ ബോഡി ഡിസോർഡേഴ്സിന്റെ ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്, ത്രോംബോസിസ് വരെ. അപ്പൊ നമ്മൾ 1-2 ടോപ്പിക്സ് നേരത്തെ
മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആ ടോപ്പിക്സ് നോക്കാം. അതിനുശേഷം ബൈപ്പാസ് സർജറി, ടേബിൾ 1.15 ഹ്യൂമൻ ബോഡി ആൻഡ് കോമൺ ഡിസീസസ് ഒക്കെ പറയാനുണ്ട്. പിന്നെ ആൻജിയോപ്ലാസ്റ്റി, അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പം നമുക്കിനി ബാലൻസ് ഉള്ള ടോപ്പിക്ക് നോക്കാം. നമുക്ക് പറയാനുള്ളത് ഇൻഫന്റ് ഇൻക്യുബേറ്ററും MRI ആണ് ബാലൻസ് ഉള്ള ടോപ്പിക്ക് വരുന്നത്. ഇൻഫന്റ് ഇൻക്യുബേറ്റർ പറയാം. ഇൻഫന്റ് ഇൻക്യുബേറ്റർ. An infant incubator provides a controlled environment for newborns needing special care, such as those born prematurely or those unable to maintain a healthy body temperature. By placing an infant in an incubator, doctors and nurses can set and monitor different aspects of the child's environment in order to create ideal conditions for survival. In addition to regulating oxygen, temperature, and humidity levels, incubators protect infants from pollutants and infections. ഇൻഫന്റ് ഇൻക്യുബേറ്റർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി പറയാനുള്ളത് MRI. ഇനി നമുക്ക് പറയാനുള്ളത് MRI മാഗ്നറ്റിക് റിസോണൻസ് ഇമേജിംഗ്. MRI is a diagnostic technique. സോറി, നമ്മൾ ഒരിക്കൽ കൂടി പറയാം, നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി പോയാണ്. MRI magnetic resonance imaging. MRI is a diagnostic technique that creates images of the body using the principles of nuclear magnetic resonance. A versatile, powerful and sensitive tool, MRI can generate thin section images of any part of the body, including the heart, arteries and veins, from any angle and direction, without surgical inversion and in a relatively short period of time. MRI also creates maps of biochemical compounds within any cross-section of the human body. These maps give basic biomedical and anatomical information that provides new knowledge and may allow early diagnosis of many diseases. MRI നമ്മൾ ഒരിക്കൽ കൂടി പറയാണ്. MRI magnetic resonance imaging. MRI is a diagnostic technique that creates images of the body using the principles of nuclear magnetic resonance. A versatile, powerful and sensitive tool, MRI can generate thin section images of any part of the body, including the heart, arteries and veins, from any angle and direction without surgical inversion and in a relatively short period of time. MRI also creates maps of biochemical compounds within any cross-section of the human body. These maps give basic biomedical and anatomical information that provides new knowledge and may allow early diagnosis of many diseases. അപ്പോൾ MRI നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. MRIയിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. MRI നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത്, സോറി, നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്ന നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി പോയി. അപ്പോൾ ദയവേത് എന്താ പറയുക, ക്ഷമിക്കുക ഒരിക്കൽ കൂടി. ഇനിയിപ്പോൾ നമ്മളിത് വീഡിയോ എടുത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ബൈപ്പാസ് സർജറി തുടങ്ങാമെന്ന് വിചാരിച്ചാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ബൈപ്പാസ് സർജറിയൊക്കെ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കണം. നമുക്ക് അടുത്ത പേജ്, ഇതിന് മുന്നത്തെ പേജിലോട്ട് പോകേണ്ടി വരും, എന്നാലേ അത് പറയാൻ പറ്റുള്ളൂ. അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയുന്ന ടോപ്പിക്ക് പറയാം. എന്തായാലും നിനക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ക്യാമറയുടെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ പോലും ജസ്റ്റ് ഈ ബുക്കിൻ്റെ ഒരു ഓർഡർ അല്ലെങ്കിൽ ഈ ബുക്കിൻ്റെ ഒരു സ്റ്റൈല് മനസ്സിലാക്കാൻ വേണ്ടി പറയണമെന്നുള്ളൂ. അപ്പോൾ നമ്മൾ കോമൺ ബോഡി ഡിസോർഡേഴ്സ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ തൊട്ട് അത് തുടങ്ങിയാണ്. എനിക്കത് ഇപ്പോഴാണ് ലാസ്റ്റ് ഒരു എന്താ പറയുക,
ഒരു ഇതും കൂടി നമ്മൾ പറയാൻ വിട്ടുപോയിരുന്നു. ഒരു ടോപ്പിക്കും കൂടി, ടോപ്പിക് എന്ന് പറയാൻ പറ്റില്ല, ഇതുപോലത്തെ ചെറിയൊരു സെന്റൻസ് ആയിട്ടുള്ളൊരവസ്ഥ. റാബീസ് വരെ ഇവിടെ അവസാനിക്കാണ്. പിന്നെ ഇവിടെയാണ് വരുന്നത് റിംഗ് ബോം മുതൽ ത്രോംബോസിസ് വരെ. ശരിക്കും പറഞ്ഞാൽ ത്രോംബോസിസ് വരെ എന്നാണ് വിചാരിച്ചത്, കോമൺ ബോഡി ഡിസോർഡേഴ്സ്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വരുന്നത് ടേബിൾ 1.15 ഹ്യൂമൻ ബോഡി ആൻഡ് കോമൺ ഡിസീസസ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഇത് ഏകദേശം എയ്ഡ്സ് മുതൽ തുടങ്ങിയിട്ട് ടോൺസിലൈറ്റിസ് വരെ വരുന്നുണ്ട്. അപ്പൊ ഈ ടേബിൾ ഇതോടെ അവസാനിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അൾസർ എന്ന് പറഞ്ഞിട്ടാണ് കോമൺ ബോഡി ഡിസോർഡേഴ്സിന്റെ ലാസ്റ്റ് വരുന്നത്. അൾസർ അതാണ് ലാസ്റ്റ് വരുന്നത്. അപ്പൊ നമുക്കിത് പറയാൻ പറ്റില്ല, നേരത്തെ പറഞ്ഞപ്പോ നമ്മളത് വിട്ടുപോയി, ഇപ്പോഴാണ് കാണുന്നത്. അപ്പൊ ഞാൻ പ്രത്യേകം ക്ഷമ ചോദിക്കാണ്, നമ്മളത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇവിടെയാണ് അവസാനിക്കുന്നത്. ഇപ്പൊ അൾസർ ആണെങ്കിലും നമുക്ക് ടോപ്പിക്ക് നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. സെന്റൻസ് ഓർ വേർഡ്സ് ചിലപ്പോൾ ഇത് പ്രധാനപ്പെട്ടതാവാം, കാരണം ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വേണമെങ്കിൽ വരാം. അപ്പൊ എന്താ പറയാ, ഒരു സെന്റൻസ് ആണെങ്കിലും വേർഡ്സ് ആണെങ്കിലും നമുക്ക് വിട്ടുകളയാനാവില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് അടുത്ത വീഡിയോയിൽ ഇത് ഒരിക്കൽ കൂടി പറയാമെന്ന്, കോമൺ ബോഡി ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട്, എന്നാലേ ശരിയാവുള്ളൂ. നമ്മൾ ക്ലാസ് എടുത്താൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇതും കൂടി ചേർത്തിട്ട് പറയാമെന്ന് വിചാരിച്ചു. ഇപ്പൊ ഇത് മാത്രമായിട്ട് ഞാനത് പറഞ്ഞത് ശരിയാവില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെയൊന്നും പറയാനാവില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നിലനിൽക്കുന്നത്. അപ്പൊ നമ്മൾ കോമൺ ബോഡി ഡിസോർഡേഴ്സ് ആയിരിക്കും അടുത്ത വീഡിയോയിൽ തുടങ്ങുന്നത്. ഇനിയിപ്പോ നമുക്ക് അടുത്ത വീഡിയോയിലായിരിക്കും കേട്ടോ നമ്മൾ കോമൺ ബോഡി ഡിസോർഡേഴ്സ് തുടങ്ങുന്നെങ്കിൽ പോലും നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം. അതിൽ അൾസർ മാത്രമേ വിട്ടുപോയിട്ടുള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് പറയാം. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബൈപ്പാസ് സർജറി 2.5 മണിക്കൂറിന്റെ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചാണ്, പക്ഷെ ഭാഗ്യമില്ല. ആൻജിയോപ്ലാസ്റ്റി, പിന്നെ ടേബിൾ 1.15 ഹ്യൂമൻ ബോഡി ആൻഡ് കോമൺ ഡിസീസസ്. ഡിസീസസ് ആൻഡ് എഫക്റ്റഡ് ബോഡി പാർട്സ്, കോമൺ ഡ്രഗ്സ് കുറെ വരുന്നുണ്ട്. മെഡിക്കൽ എയ്ഡ്സ് എക്യുപ്മെന്റ്, ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാൻ പറ്റുമെന്ന് ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇരുപത് തെറ്റുകളോ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പ്രത്യേകിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമ്മുടെ എടുത്ത് പറയണം. അപ്പൊ ദയവേത് സഹകരിക്കുക. പിന്നെ നമുക്ക് പറയാനുള്ളത്, നമ്മൾ ക്ലാസ് എടുത്തിരിക്കുന്ന വിഭാഗം ജനറൽ സയൻസ് ബയോളജി, അത് ഓർക്കുക. പിന്നെ നമുക്ക് പറയാനുള്ളത് ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിനെ കുറിച്ചാണ്. ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പൊ ദയവേത് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യും, സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് എഫക്റ്റ് ഒക്കെ യൂസ് ചെയ്ത് വീഡിയോ എഡിറ്റർ വെച്ചായിരിക്കും നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ട് കോൺസെൻട്രേഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഒരിക്കൽ കൂടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മളെ വീഡിയോ എന്താ പറയാ മനസ്സിലായില്ലെങ്കിൽ ഒരു കാര്യമില്ല, പക്ഷെ നമുക്ക് എഡിറ്റ് ചെയ്യാതെ പറ്റില്ല. എന്തായാലും എഡിറ്റ് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ മിക്ക വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് തന്നെ. എന്നാലും കുറെ വീഡിയോസ് എഡിറ്റ് ചെയ്യാതെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബില്. അപ്പൊ 2 രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഈ വീഡിയോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്നുള്ളൂ. അപ്പൊ അത്രയ്ക്ക് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഈ ബുക്കിന്റെ ഓർഡറും കാര്യമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു പോണം. ഈ രീതിയിലാണ് നമ്മുടെ ബുക്കിന്റെ ഈ ഓർഡർ.
നിങ്ങൾക്കത് അറിയാവുന്ന കാര്യം തന്നെയാണ്, എന്നാലും നമ്മൾ പറയണമെന്നുള്ളൂ. നിങ്ങൾക്കൊന്ന് അറിവിലോട്ടായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. നല്ലൊരു CST എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CST എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. ഈ വീഡിയോ നമ്മൾ രാത്രിയാണ് ചെയ്യണമെന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് CSTക്ക് നല്ല രീതിയിൽ ഉപകരിക്കട്ടെ എന്നും കൂടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.